ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിശ്ചയമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇവാങ്കേലിയോൻ മിനിസ്ട്രീസ് കൊട്ടാരക്കര ഒരുക്കുന്ന ഫേസ്ബുക്ക് ലൈവ് മ്യൂസിക് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 12 എപ്പിസോഡ് വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ കർത്താവ് കൃപ നൽകിയതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ 13ാമത് എപ്പിസോഡും തുടങ്ങത്തക്ക നിലയിൽ ദൈവം അനുകൂലമായ സാഹചര്യം നൽകിയതിനായി എല്ലാ മഹത്വവും ദൈവ സന്നിധിയിൽ അർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ ഫേസ്ബുക്ക് ലൈവിലൂടെ കാണുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും തുടർന്നും ഈ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കാൻ അപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലൂടെ ദൈവനാമം ഉയർത്തപ്പെടണം, ഒരു പാപിയെങ്കിലും മനസ്സാന്തരപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. ആ നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകാൽ എത്തിയിരിക്കുന്ന ദൈവദാസന്മാരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങളുടെ നരേഷൻ പറയുവാനും ലഘു സന്ദേശം അറിയിക്കുവാനുമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുവിശേഷൻ KV പീറ്റർ ചെന്നപ്പേട്ട അവരുകളെ കർത്താവിൻ്റെ നാമത്തിൽ ഇവാങ്കേലിയോൻ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയ സഹോദരൻ സുവിശേഷൻ ബാബു ഓട്ടനാമട്ടമാണ്. അദ്ദേഹം മുമ്പും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വേലക്കാരനുമായ ഡോക്ടർ ജോജോ ജോർജ് കൊട്ടാരക്കര അവറുകളാണ്. പ്രിയ ദേവദാസിൽ നിന്നും മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തെയും ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരി ആൻസി തെമ്പക്കാട് എത്തിയിട്ടുണ്ട്. പ്രിയമകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കീബോർഡ് വായിക്കുന്നത് ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. രഥംപാട് പ്ലേ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് മാവേലിക്കരയാണ്. വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുനിൽ കൊട്ടാരക്കരയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു ക്ഷമാപണം കൂടെ അറിയിക്കുന്നു. ഞങ്ങൾ നേരത്തെ പരസ്യം ചെയ്തതനുസരിച്ച് ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷാജു ചെന്നപ്പേട്ടയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ തനിക്ക് ഇന്ന് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഒരു ദിവസം താൻ ഇവിടെ എത്തുന്നതാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ ഗാന ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവദാസൻ KV പീറ്റർ അവറുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. തലയിടവണക്കാം, പ്രാർത്ഥിക്കാം. അനുപുള്ള ദൈവമേ, ശ്രീപിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നും ദൈവം ഭാഗ്യ വന്നു ചേരുവാൻ അടിയങ്ങളെ സഹായിച്ച സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് മുഖാന്തരം ദൈവനാമം ഉയർത്തപ്പെടുവാൻ ഇടവരുത്തണമേ. കർത്താവ് ചിലരുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ചിലർക്ക് ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും ധൈര്യവും പ്രത്യാശയും ഉണ്ടാകുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപകരണം വായിപ്പാൻ പ്രിയ സഹോദരന്മാരെ കർത്താവ് സഹായിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ദൈവജനം സംസാരിപ്പാൻ പ്രിയ നിരദാസനെ സഹായിക്കണമേ. എല്ലാവരുടെ മേലായി ദൈവനാമത്തെ ഉയർത്തണമേ. ഇത്രത്തോളം സഹായിച്ചതിനായ സ്തോത്രം. പുനഃവാദി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവാങ്കേലിയോൻ മ്യൂസിക് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ശ്രുതിമധുരമായ ഗാനങ്ങൾ ഈ ചാനലിലൂടെ ശ്രവിക്കുവാനും അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവം നമുക്ക് നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ഈ ആത്മീയ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫേസ്ബുക്ക് ലൈവിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ഏവരെയും
ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മ്യൂസിക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹീത ദൈവദാസന്മാർ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചിട്ടുള്ള അതിമനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ശ്രവിക്കുവാനും അതിലൂടെ അനുഗ്രഹം പ്രാപിപ്പാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഗാനങ്ങൾ എത്ര കേട്ടാലും മതി വരാതെ പിന്നെയും ഗാനങ്ങൾ കേൾക്കുവാനുള്ള ആവേശമാണ് ഓരോ ഭക്തന്മാർക്കും ഉണ്ടായിട്ടുള്ളത്. അനവധി പുതിയ ഗാനങ്ങളും പഴയ ഗാനങ്ങളും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയുണ്ടാക്കുന്നതാണ്. ഈ ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ അനുഗ്രഹവും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളവും നന്ദിയോടെ. അനുഗ്രഹീത ദൈവദാസൻ PV തൊമ്മി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതാനുഭവങ്ങളോടെ കുറിച്ചിട്ട ഈ വരികൾ ഇന്നും ലക്ഷോപിലക്ഷങ്ങൾ പാടി ആശ്വസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നൊരു പ്രാവശ്യം കൂടെ ഈ ഗാനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നിരിക്കുകയാണ്. ഈ ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ജോജോ ജോർജ് കൊട്ടാരക്കര. വളരെ പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പാടും ഞാനെന്നകതാരിൽ അനുദീനം വാഴും ശ്രീയേശുവിന്. പാടും ഞാനെന്നകതാരിൽ അനുദീനം വാഴും ശ്രീയേശുവിന്.
സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നു. സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നു. ബഹുസന്താപത്തോടുഴൻ നീടും പൂർവജാതി സന്തതിയെ വീണ്ടോനെ. ബഹുസന്താപത്തോടുഴൻ നീടും പൂർവജാതി സന്തതിയെ വീണ്ടോനെ. പാടും ഞാനേശുവിന ജീവൻ പോളം നന്ദിയോടെ. ജീവൻ പോളം നന്ദിയോടെ. കൺമണി പോലെന്നെ ഭദ്രമാ നിത്യവും കാവൽ ചെയ്തിടാമെന്നും. കൺമണി പോലെന്നെ ഭദ്രമാ നിത്യവും കാവൽ ചെയ്തിടാമെന്നും. തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഓർത്തതിമോദമോടെ. തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഓർത്തതിമോദമോടെ. പാടും ഞാനേശുവിന ജീവൻ പോളം നന്ദിയോടെ. ജീവൻ പോളം നന്ദിയോടെ. സേനയിൻ ദൈവമേ സർവശക്ത, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഭക്തനായിരിക്കുന്ന ദൈവദാസൻ തൻ്റെ തൂലികയിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങളെ, ജീവിതത്തിൻ്റെ പരിപരുത്താനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം നടത്തിയ വഴികളെയും ദൈവം പരിപാലിച്ച പരിപാലനത്തെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ പാടുകയാണ് സേനയും ദൈവമേ സർവശക്ത. അനുഗ്രഹീത സുവിശേഷ പ്രസംഗകനും എഴുത്തുകാരനുമായ കർത്താവിൻ്റെ ദാസൻ PS തമ്പാൻ രചിച്ച ഈ ഗാനം അനുഗ്രഹീത ദൈവദാസൻ ബാബു ഓടനാവട്ടത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സേനയും ദൈവമേ സർവശക്ത.
സർവശക്ത സർവചരാചര സൃഷ്ടാവേ, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി. സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി. ആരാധ്യനേ മഹോന്നതനേ, ഇല്ലൊരു ദൈവം അങ്ങൊഴികെ. ആരാധ്യനേ മഹോന്നതനേ, ഇല്ലൊരു ദൈവം അങ്ങൊഴികെ. നാശമം കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ നീറിപ്പുതഞ്ഞു ഞാൻ കേണിടുമ്പോ, നാശമം കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ നീറിപ്പുതഞ്ഞു ഞാൻ കേണിടുമ്പോ, നാഗം വെടിഞ്ഞു എൻ ചാരയണഞ്ഞു ഊരിയെടുത്തു പാറമേൽ നിർത്തി. നാഗം വെടിഞ്ഞു എൻ ചാരയണഞ്ഞു ഊരിയെടുത്തു പാറമേൽ നിർത്തി. സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി, ചൊല്ലുവാനാവുമോ തവ മഹത്വം? വീഴുന്നു ഭക്തിയിൽ തിരുസവിധി. ആരാധ്യനേ മഹോന്നതനേ, ഇല്ലൊരു ദൈവം അങ്ങൊഴികെ. ആരാധ്യനേ മഹോന്നതനേ, ഇല്ലൊരു ദൈവം അങ്ങൊഴികെ. എൻ പാപം പേറി മരക്കുരിശിൽ പാപമായി തീർന്നോ യേശുനാഥാ. എൻ പാപം പേറി മരക്കുരിശിൽ പാപമായി തീർന്നോ യേശുനാഥാ.
ശാപമായി തീർത്തു തവ താതനങ്ങേ ശാപമെന്നെ വീണ്ടിടുവാൻ സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ ചൊല്ലുവാനാവുമോ തവ മഹത്വം വീഴുന്നു ഭക്തിയിൽ തിരുസവിധി ചൊല്ലുവാനാവുമോ തവ മഹത്വം വീഴുന്നു ഭക്തിയിൽ തിരുസവിധി ആരാധ്യരേ മഹോന്നതനേ ഇല്ലൊരു ദൈവം അങ്ങൊഴികെ ആരാധ്യരേ മഹോന്നതനേ ഇല്ലൊരു ദൈവം അങ്ങൊഴികെ ക്രൂശിലെ കൂരിരുൾ വീണയിലും ദുസ്സഹനരകം പേറുമ്പോഴും ക്രൂശിലെ കൂരിരുൾ വീണയിലും ദുസ്സഹനരകം പേറുമ്പോഴും രക്ഷിക്കതാത കേണങ്ങുറക്കി എൻ പേർക്കായി താതൻ കൈവിട്ടുവന്നേ രക്ഷിക്കതാത കേണങ്ങുറക്കി എൻ പേർക്കായി താതൻ കൈവിട്ടുവന്നേ സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ ചൊല്ലുവാനാവുമോ തവ മഹത്വം വീഴുന്നു ഭക്തിയിൽ തിരുസവിധി ചൊല്ലുവാനാവുമോ തവ മഹത്വം വീഴുന്നു ഭക്തിയിൽ തിരുസവിധി ആരാധ്യരേ മഹോന്നതനേ ഇല്ലൊരു ദൈവം അങ്ങൊഴികെ ആരാധ്യരേ മഹോന്നതനേ ഇല്ലൊരു ദൈവം അങ്ങൊഴികെ ഈ സ്നേഹമെന്നും ദൃശ്യമല്ല ഈ എന്നെ മുഴുവൻ അങ്ങയ്ക്കു തന്ന ഈ സ്നേഹമെന്നും ദൃശ്യമല്ല ഈ എന്നെ മുഴുവൻ അങ്ങയ്ക്കു തന്ന നിത്യത മുഴുവൻ നന്ദി ഞാനേകിയ ആവില്ലതിൻ ബദൽ തമ്പുരാനേ നിത്യത മുഴുവൻ നന്ദി ഞാനേകിയ ആവില്ല
കേട്ടതിൻ ബദൽ തമ്പുരാനേ. സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ. സേനയിൻ ദൈവമേ സർവശക്ത സർവചരാചര സൃഷ്ടാവേ. ചൊല്ലുവാനാവുമോ തവ മഹത്വം, വീഴുന്നു ഭക്തിയിൽ തിരുസവിധി. ചൊല്ലുവാനാവുമോ തവ മഹത്വം, വീഴുന്നു ഭക്തിയിൽ തിരുസവിധി. ഈ അനുഗ്രഹമായിരിക്കുന്ന ഗാനം ക്രൈസ്തവ കരളിക്ക് വേണ്ടി രചിച്ചത് PS തമ്പാൻ റാന്നിയാണ്. ഇതിന് സംഗീതം പകർന്നത് അനുഗ്രഹീത ഗായകൻ ജോൺ ലീ ചാൾസ്. ആ പ്രിയമുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായി പാടുവാൻ കർത്താവ് പ്രിയ സഹോദരൻ ബാബു ഓടനവട്ടത്തെയും സഹായിച്ചു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നാം കേൾക്കാൻ പോകുന്നത് കർത്താവിനായി പാലിൻ്റെ ജീവകാലം എല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗാനം പാടി. വളരെ പഴയ ഒരു ഗാനമാണ്. അനുഗ്രഹീത ദൈവദാസൻ ജോർജ് പീറ്റർ ചിറ്റൂരാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഇവാൻഗലിയോൻ മ്യൂസിക് ടീമിൻ്റെ ഡയറക്ടറും ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറുമായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിലും സ്തോത്രഗാനം പാടി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അനുഗ്രഹമായിരിക്കുന്ന പ്രത്യാശ, ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുന്ന ഗാനം പ്രിയ ദൈവദാസനിലൂടെ നമുക്കിപ്പോൾ ശ്രവിക്കാം. പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തൻ എന്നെ ദൈവ പൈതലാക്കി മാറ്റി. എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തൻ എന്നെ ദൈവ പൈതലാക്കി മാറ്റി. സന്താപങ്ങൾ തീർന്നും ആകയാൽ ഞാൻ പാടും സന്തോഷത്തിൻ സംഗീതമുച്ചത്തിൽ.
സന്താപങ്ങൾ തീർന്നിൻ ആകയാൽ ഞാൻ പാടും സന്തോഷത്തിൻ സംഗീതം ഉച്ചത്തിൽ. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി, പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി ആകുലങ്ങൾ തിങ്ങിടുന്ന നേരം എന്നിൽ ആശ്വാസം പകർന്നു നാഥൻ കാക്കും. ആകുലങ്ങൾ തിങ്ങിടുന്ന നേരം എന്നിൽ ആശ്വാസം പകർന്നു നാഥൻ കാക്കും. ആപത്തിലും തെല്ലും മാറാതെ നിന്നെന്നെ ആണിയേറ്റ പാണിയാൾ താൻ താങ്ങും. ആപത്തിലും തെല്ലും മാറാതെ നിന്നെന്നെ ആണിയേറ്റ പാണിയാൾ താൻ താങ്ങും. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി, പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി, പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി ഈ ചാനലിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനമാണ് ഈ പാട്ട്. അതൊന്നുകൂടെ പാടുവാനായിട്ട് ദൈവം തൻ്റെ ദാസനെ സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മധുരയിലെ മധുര ഗായകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹീത ദൈവദാസനാണ് എം ഇ ചെറിയാൻ സാർ. ക്രൈസ്തവ കൈരളിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനവധി ഗാനങ്ങൾ തന്നിലൂടെ രചിക്കപ്പെടുവാൻ ഇടവന്നിട്ടുണ്ട്. ക്രൈസ്തവ ലോകത്തിൽ സഭാവ്യത്യാസമില്ലാതെ നിരന്തരം പാടുന്ന അനവധി ഗാനങ്ങളുടെ രചയിതാവാണ് ബഹുമാന്യനായ എം എ ചെറിയാൻ സാർ. താഴ്ന്ന കർത്താവിൻ്റെ സ്ഥലം വിശ്രമിക്കുന്നു. തന്നെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തൻ്റെ പഴയ ഗാനങ്ങളിൽ വളരെ പ്രചാരം നേടിയ ഒരു ഗാനമാണ് തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാൻ. നമ്മുടെ ജീവിതയാത്രയിൽ തുണയായി കർത്താവ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ മഹത്വകരമായിട്ട് നമുക്കൊന്നുമില്ല. ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെയും ഇല്ലായ്മയുടെയും നിരാശയുടെ ഒക്കെ വേളകളിലും കർത്താവിൽ ചാരി മുന്നോട്ട് പോവുക എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണത്. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം സിസ്റ്റർ ആൻസി തേമ്പക്കാട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ.
അനുഗ്രഹീതമായ ഈ ഗാനം ആലപിച്ച പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പഴയ ഒരു പാട്ടാണ്. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. നോക്കുക, ദൈവം സ്വർഗസിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ദൈവം കൃമികൾക്ക് തുല്യരായിരിക്കുന്ന, ഉറച്ചു നിന്നാലൊരു ശ്വാസം മാത്രമായിരിക്കുന്ന, 4 വിരൽ മാത്രം നീളമുള്ള, വളരെ നൈമിഷികമായ ജീവിതം നയിച്ച ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ്. ഈ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ആർക്കെങ്കിലും കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വർഗീയ പിതാവിനെ സ്വീകരിക്കുവാനുള്ള അവസരമായി തീരട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം ഡോക്ടർ ജോർജ് കൊട്ടാരക്കര ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കും. ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. Hallelujah. Praise the Lord. ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. വൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. വൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.
കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രോതാക്കൾ ഉള്ളതുപോലെ തന്നെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രിയമുള്ളവർ പലരും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് മറ്റ് ഭാഷയിലുള്ള ഗാനങ്ങൾ കൂടെ നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുഗ്രഹീത ഗായകൻ ബാബു ഓടനാവട്ടം തൻ്റെ സംഗീത ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പല സ്ഥലത്തും ആവർത്തിച്ച് ആവശ്യപ്പെട്ട് പാടിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം, ഒരു തമിഴ് ഗാനമാണ് നമ്മളിപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. യേശു നല്ലവര്. നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നല്ലവനായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ അടുക്കൽ ചെന്ന കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയവൻ, മുടന്തന് സൗഖ്യം കൊടുത്തവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, എന്തിനേറെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനായ നമ്മുടെ കർത്താവ്. ഈ കർത്താവ് നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനാണോ? ഒന്ന് ചിന്തിക്കുവാൻ ഇടവരട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം അനുഗ്രഹീത ഗായകൻ ബാബു ഓടനാവട്ടം, യേശു നല്ലവര് എന്ന തമിഴ് ഗാനം നമുക്ക് ശ്രമിക്കാം. இயேசு நல்லவர், நமக்கு போதுமானவர், அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். இயேசு நல்லவர், நமக்கு போதுமானவர். இயேசு நல்லவர், நமக்கு போதுமானவர், அற்புதம் செய்பவர், அதிசயமானவர், அற்புதம் செய்பவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். இயேசு நல்லவர், நமக்கு போதுமானவர். இயேசு நல்லவர், நமக்கு போதுமானவர்.
പ്രിയ ദൈവദാസന് ദൈവം തുടർന്നും അനുഗ്രഹമായിരിക്കുന്ന ഗാനങ്ങൾ ശ്രവിക്കുവാൻ പാടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമ്മൾ ഒരു ഹിന്ദി ഗാനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഈ പ്രോഗ്രാം കേട്ട ഗുജറാത്തിലുള്ള ഒരു സഹോദരിയുടെ ആവശ്യപ്രകാരമാണ് ഈ ഗാനം ആലപിക്കുന്നത്. മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം സ്വർഗമഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ ജനിക്കുന്നതിനേക്കാൾ ഏറ്റവും താണ നിലവാരത്തിൽ ദൈവപരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി ജനിച്ച സ്ഥലം ഏത് എന്ന് കൃത്യമായി പറയുവാൻ കഴിയാതെ പശുത്തൊഴുത്തിൽ കിടക്കുന്ന മഹോന്നതനായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു സർവമാനവരാശിയെ രക്ഷിക്കുവാൻ ജീവിതത്തെ പരിപാവനമായ പരിശുദ്ധമായ പാപമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ആ ജീവിതത്തെ സമ്പൂർണമായി മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗം അർപ്പിച്ച മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇനിയും തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു താൻ മാനവരാശിയെ സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു. ഈ ദൈവസ്നേഹം തിരിച്ചറിയാതെ നാം പോകരുത്. ഈ അർത്ഥം വരുന്ന ആവാസ് ഉഡായേങ്ക എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഹിന്ദി ഗാനം കർത്തൃദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. Praise the Lord. Praise the Lord. उड़ाएंगे हम साथ पे जाएंगे, यीशु महान अपना ये गीत सुनाएंगे। आवाज उड़ाएंगे हम साथ पे जाएंगे, यीशु महान अपना ये गीत सुनाएंगे। आवाज सुनाएंगे। संसार के सुंदरता में रूप तो तेरा ही, इन चंद सितारों में अक्स तो तेरा ही। संसार के सुंदरता में रूप तो तेरा ही, इन चंद सितारों में तेरा ही। महिमा की तेरी बातें हम सबको बताएंगे, यीशु मकान अपना ये गीत सुनाएंगे। आवाज सुनाएंगे हम साथ बजाएंगे, मकान अपना ये
गीत सुनाएंगे, आवाज उड़ाएंगे। फसाना है एक पग मोहब्बत का, दाग पा न सका कोई सागर है तो उल्फत का। दिल तेरा फसाना है एक पग मोहब्बत का, दाग पा न सका कोई सागर है तो उल्फत का। तेरी मोहब्बत के दिल अपना सजाएंगे, यीशु मकान अपना ये गीत सुनाएंगे, आवाज उड़ाएंगे, हम साथ में जाएंगे, यीशु मकान अपना ये गीत सुनाएंगे, आवाज उड़ाएंगे। सखा हमको तो पाप के सागर में, और बनक मनुष्य आया आकाश से सागर में। ना देख सका तुमको तो पाप के सागर में, और बनक मनुष्य आया आकाश से सागर में। टीका दुलाता है हम सबको बधाएंगे, यीशु मकान अपना ये गीत सुनाएंगे, आवाज उड़ाएंगे, हम साथ में जाएंगे, मकान अपना ये गीत सुनाएंगे, आवाज उड़ाएंगे। അനുഗ്രഹീതമായ ഈ ഹിന്ദി ഗാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഈ ഗാനം പാടുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ പഴയ മറ്റൊരു ഗാനം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഭക്തരായ അനവധി ആളുകളുടെ ഹൃദയത്തിലുള്ള അടങ്ങാത്ത വാഞ്ചയാണിത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തന്നെ ചോദിക്കാം, ഈ ഒരു വാഞ്ച നമുക്കുണ്ടോ? ഈ അനുഗ്രഹമാരിക ചിന്ത ഹൃദയത്തിൽ വന്നപ്പോൾ ഭക്തനായിരിക്കുന്ന MC ജോൺ അവറുകൾ ഇങ്ങനെ എഴുതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. വാസ്തവത്തിൽ എന്താണ് ഇവിടെയുള്ള മായാസുഖം? ഇവിടെയുള്ള സുഖം അതെല്ലാം മായയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ശലോമോൻ പറയുന്നത് അങ്ങനെയാണല്ലോ, ഹാ മായ മായ സകലവും മായ. ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിൽ ഈ ഗാനം ശ്രവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക്, നമ്മുടെ കർത്താവ് വസിക്കുന്ന സ്ഥലത്തേക്ക്
പോകുവാനായിട്ടുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു, നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് കലകിപ്പോകരുത്. ഇന്നത്തെ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ കലക്കുന്നതാണെങ്കിലും നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഗൃഹം സഫലമാകുവാൻ പോവുകയാണ്. അതിനധികം നാളുകളില്ല. ഈ അനുഗ്രഹമായിരിക്കുന്ന ഗാനം ഡോക്ടർ ജോജോ ജോർജ് കൊട്ടാരക്കര ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കും. പ്രാർത്ഥനാപൂർവം നമുക്ക് ആ ഗാനം ശ്രവിക്കാം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. വരൻ ശില്പിയായി പണിത നഗരമതിൽ, വരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും, ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയെന്നോളം എന്നെ നിർത്തിയവൻ, ഉയർത്തിയെന്നോളം എന്നെ നിർത്തിയവൻ ഉറപ്പുള്ള
യേശുവിൽ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോൽ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ ഞാൻ വേറുമൊരു പരദേശി പോൽ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകുമേശുവോടു ചേർന്നാൽ മതി ഇണയാകുമേശുവോടു ചേർന്നാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി പരൻ ശില്പിയായി പണിത നഗരമതിൽ പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി പരനോടുകൂടെ വാഴാൻ പോയാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി ഇന്നത്തെ നമ്മുടെ സായം സന്ധ്യ സംഗീത സാന്ദ്രമാക്കി തീർത്ത ദൈവത്തിന് എല്ലാ സ്തുതിയും അർപ്പിക്കുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഒരു ചെറിയ സന്ദേശത്തിന് പിന്നാലെ വീണ്ടും ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ഈ സന്ധ്യയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആരോഗ്യ ദൃഢഗാത്രരായിട്ട് മുന്നോട്ട് പോയവർ ഈ സന്ധ്യ കാണുവാൻ കഴിയാതെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, അനവധി പേര് വളരെ നിരാശിതരും ദുഃഖിതരുമായി ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് ചിന്തിച്ച് വിഷമിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ
ദൈവം നമ്മോട് കാണിച്ച കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നൽകിയ ആശ്വാസത്തിനായിട്ടും ക്ഷേമത്തിനായിട്ടും സൗഖ്യത്തിനായിട്ടും ദൈവത്തിന് മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു കാലഘട്ടം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ വേദനാജനകമായ നിരാശാജനകമായ ഒരു ഘട്ടം നമ്മുടെ ആയുസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. പണ്ട് നമ്മുടെ പഴമക്കാർ പറയുമായിരുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ആയുസ്സിൽ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വാതോരാതെ പറയുവാൻ അനവധി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് നമ്മളൊക്കെ വളരെ നെടുവീർപ്പിലും ദുഃഖത്തിലുമാണ് എന്നുള്ളതിന് സംശയമില്ല. പലരും എന്നോട് പറഞ്ഞത് വൈകുന്നേരങ്ങളിലെ വാർത്ത കേൾക്കുവാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കേൾക്കുന്ന വാർത്തകളൊന്നും ആശാവഹമല്ല. അത് വളരെ നിരാശ ഉളവാക്കുന്നതാണ്, ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനുഷ്യന് നനയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ പ്രശ്ന സങ്കീർണമാണ് കാലഘട്ടം എന്നുള്ളതിന് സംശയമില്ല. കോടാനകോടി ജനങ്ങൾ ഇപ്പോഴത്തെ COVID-19 എന്ന് പറയുന്ന ആ ഭീകരമായിരിക്കുന്ന വൈറസിനാൽ പിടിക്കപ്പെട്ടവരായിട്ട് ആയിത്തീർന്നു എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തും അതിന്റെ തീവ്രത ഒട്ടും കുറവില്ലാതെ മുന്നേറുകയാണ്. ഇതിന് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. നാം പഴയ കാലഘട്ടങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ സോദോം ഗൊമോറയെ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ദൈവം വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ വഷളത്വം വർദ്ധിച്ചപ്പോൾ, ദൈവത്തിന് സഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായപ്പോൾ ജലപ്രളയത്താൽ ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ആധുനിക പാപമെന്ന് വിശേഷിപ്പിക്കുന്ന പാപം സോദോം ഗൊമോറയിൽ ഉണ്ടായപ്പോൾ ആ ദേശത്തെ തന്നെ ഭസ്മീകരിച്ചുകൊണ്ട് ലോകത്തിന്മേൽ ദൈവം തന്റെ ആധിപത്യം സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. മനുഷ്യനെ എല്ലാ കാലത്തും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നമുക്ക് വളരെ സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ട്. പക്ഷേ നാം ആ സ്വാതന്ത്ര്യം പലപ്പോഴും ദുഷ്ടതയ്ക്ക് മറയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത് പോലെ സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കുവാനായിട്ടുള്ള ഏത് കുതന്ത്രവും പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരുപക്ഷെ ലോക ജനതയുടെ പാപം ദൈവമുൻപാകെ അത് വലിയൊരു ചോദ്യചിഹ്നമായി വന്നപ്പോൾ ജനത്തെ ഒന്ന് ചിന്തിപ്പിക്കുവാൻ, ഒന്ന് പിന്തിരിഞ്ഞു വരുവാൻ, ഒന്ന് അനുദപിക്കുവാൻ ദൈവം നൽകിയ ഒരു കാലഘട്ടമായിരിക്കാം ഈ കാലഘട്ടം എന്നുള്ളതിന് സംശയമില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയത് നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയാണ് എന്ന് മനസ്സിലാക്കി ഈ ദൈവത്തെ നമുക്ക് വേണ്ട നിലയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ തുടർന്നുള്ള നാളുകൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദാംശം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങൾക്ക് പണ്ട് ഒരു നല്ല കാലമുണ്ടായിരുന്നു. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന, ദൈവത്തോട് സ്നേഹമുള്ള, ദൈവത്തോട് ഭക്തിയുള്ള, ദൈവത്തോട് ബഹുമാനമുള്ള ഒരു നല്ല കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ, സാധ്യതകളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ ആഡംബരങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ സ്വയമായിട്ട് നേടിയെടുക്കാം എന്നുള്ള ഒരു ധാരണ വന്നപ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവം അകലുകയല്ല, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്ത് ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപം എന്നാണ് പറയുന്നത്. നാം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപം അത്രയെന്ന്. ദൈവത്തിന് എന്തെങ്കിലും വാരിക്കോരി കൊടുക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. നമുക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ദൈവത്തിനില്ല. പക്ഷെ ഒരു കാര്യം നാം ഓർക്കേണ്ടുന്നത്, നാം ദൈവത്തിന് ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവം അതുമൂലം നമ്മോട് കോപിക്കുകയില്ല. പക്ഷേ നമ്മുടെ പാപം, നാം ദൈവത്തോട് പാപം ചെയ്താൽ ആ പാപത്തിന്റെ ശിക്ഷയായിരിക്കും ദൈവകോപം നമ്മുടെ മേൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ വിട്ടുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി ദൈവം ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്തു. അതല്പം കഷ്ടതയിലൂടെയും ചില പ്രയാസങ്ങളിലൂടെയും ക്ഷാമങ്ങളിലൂടെയും മഹാവ്യാധിയിലൂടെയൊക്കെ അവരെ കടത്തിവിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധത്തിലുള്ള ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദാസന്റെ നേതൃത്വത്തിൽ, അഥവാ തൻ്റെ പിന്നിൽ അണിനിരുന്നവർക്ക് വേണ്ടി ദൈവദാസൻ ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു നല്ല കാലത്തിന്റെ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട്. ആ മധുര സ്മരണയിൽ അവരിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ ആ നല്ല കാലം കഴിഞ്ഞുപോയി, ഇപ്പോൾ ഞങ്ങൾ ദൈവത്താൽ തള്ളപ്പെട്ടവരായിട്ട് വളരെ വിഷണ്ണന്മാരായി, വളരെ വിഷമം അനുഭവിക്കുന്നവരായി, നിരാശ അനുഭവിക്കുന്നവരായി തീർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ആ കാലഘട്ടത്തെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, എന്തിൽ നിന്നാണ് നമ്മൾ മടങ്ങി വരേണ്ടുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപത്തിൽ നിന്ന് മടങ്ങി വരണം. നാം പാപ വഴികളിൽ മുന്നോട്ട് പോയി ദൈവവുമായിട്ടുള്ള സംസർഗം പാടെ ഉപേക്ഷിച്ച് നമ്മൾ തമ്മിലുള്ള ആ വലിയ അന്തരം സംഭവിച്ചിരിക്കുകയാണ്, വലിയ വിടവ് സംഭവിച്ചിരിക്കുകയാണ്. ആ നാളുകൾ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ജനത്തെ ആഹ്വാനം ചെയ്യുക. യെശയ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ജനത്തിന്റെ നിജസ്ഥിതി ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ സൂചിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചൻ പറയുകയാണ് ജനത്തെ നോക്കിക്കൊണ്ട്, അയ്യോ പാപമുള്ള ജാതി. ദൈവത്തിന് ജാതി മത വ്യത്യാസമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ പാപമുള്ള ജാതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനവരാശിയെ മൊത്തത്തിലാണ്, മാനവരാശിയെ പൊതുവായി കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത്, അയ്യോ പാപമുള്ള ജാതി. പിന്നെ നമുക്കവിടെ കാണുന്നത് അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ഏതാണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു നേർചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വഷളായി നടക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ ഈ പുതുതലമുറയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്. മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ താൻ തോന്നികളെ പോലെ എല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ള അഹങ്കാര മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന യുവതലമുറയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന ദൈവവചനത്തിൽ പറയുന്നത് പോലെ കണ്ടാൽ ലജ്ജിക്കത്തക്ക വിധത്തിലുള്ള വേഷവിധാനങ്ങളും സ്റ്റൈലും ഒക്കെ ആയിട്ട് അടിപൊളിയായി ജീവിക്കുന്ന, അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന
യുവതലമുറ അഥവാ പുതുതലമുറ. എന്നാൽ നാം ഒന്നും മനസ്സിനിത്യം ചിന്തിച്ചു നോക്കിയേ, ഈ പുതുതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നാശത്തിലേക്കല്ലേ അവർ വേഗം കൂപ്പുകുത്തുന്നത്? ജീവിതാനുഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, വർത്തമാന പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു അപകടം മൂലമോ മറ്റേതെങ്കിലും വിധത്തിൽ ഒരാൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ ഇന്ന് സ്വയം മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യനെയാണ് കാണുവാൻ കഴിയുന്നത്. സാഹസങ്ങൾ കാണിച്ച് മരണത്തിന് വിധേയരായിത്തീരുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെയും പിന്നെയും ഈ സാഹസങ്ങൾ മൂലം മരണത്തിലേക്ക് പോകുന്നവരെ കണ്ടിട്ടും അത് അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും സാഹസങ്ങൾ കാട്ടി മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന തലമുറ. പാപത്തിൻ്റെ ഭയങ്കരമായിരിക്കുന്ന വളർച്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ തലമുറയുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളെ കൊണ്ട് എന്തും കഴിയും, ദൈവത്തെക്കാൾ ഉപരിയായി തങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ള അഹങ്കാര മനോഭാവത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന നിമിത്തമായിട്ട് അവരുടെ പ്രവൃത്തികൾ സമ്പൂർണമായും ദൈവത്തെ മറന്ന് ദൈവത്തെ വിട്ട് സമ്പൂർണമായിട്ട് പുറകോട്ട് മാറിയിരിക്കുന്ന ഒരു നിജസ്ഥിതി. ആ സ്ഥിതിയിൽ നിന്നൊരു മടങ്ങി വരവ് വളരെ ആവശ്യമാണ്. അങ്ങനെ മടങ്ങി വരുവാനുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൊറോണ എന്ന് പറയുന്ന ആ മഹാപ്രതിഭാസം സാമ്പത്തിക രാഷ്ട്രങ്ങൾ എന്ന് മാത്രമല്ല ദരിദ്ര രാജ്യങ്ങളെ പോലും കീഴടക്കി. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നു സാമ്പത്തികമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ, സൈന്യബലമുള്ള രാഷ്ട്രങ്ങൾ, അവരൊക്കെയാണ് ലോകത്തെ രക്ഷിക്കുവാൻ കഴിയുന്നതെന്ന്. എന്നാൽ സൈന്യബലവും സാമ്പത്തിക ഭദ്രതയൊക്കെ ഇതിനു മുമ്പിൽ അടിയറവ് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ കൂടാതെ മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകളോ മനുഷ്യൻ്റെ പരിജ്ഞാനമോ മനുഷ്യൻ്റെ അറിവുകളോ ഒക്കെ വളരെ അത്യുച്ചകോടിയിൽ വളർന്നു എന്ന് വന്നേക്കാം. പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്താൽ അതിനപ്പുറമായി പോകുവാനുള്ള ഒരു കഴിവും മനുഷ്യനില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മനുഷ്യൻ എന്തിനോ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര നേടിയാലും ആർത്തി വരാതെ, ആർത്തി തീരാതെ, എത്ര നേടിയാലും സംതൃപ്തിയില്ലാതെ പിന്നെയും നേടുവാനുള്ള വ്യഗ്രതയിൽ മനുഷ്യൻ മുന്നോട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ജീവിതം കൊണ്ടുള്ള പ്രയോജനം? ഒരു ദിവസം നിലച്ചിരിക്കാത്ത സമയത്ത് നാം ഇതെല്ലാം വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ മുമ്പിൽ ജീവിതം ഭദ്രമാണ് എന്ന് തോന്നിയിട്ടുള്ള എത്രയോ പേർ അവരുടെ നൈമിഷികമായ ജീവിതങ്ങളെ അവസാനിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എങ്ങോട്ടാ പോയത് ആർക്കറിയാം? എന്നാൽ പ്രിയമുള്ളവരെ, ഇതാ ദൈവം മനുഷ്യനോട് പറയുകയാണ്, അഥവാ ദൈവത്തോട് ദൈവഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ മടക്കി വരുത്തണം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം അവിടെ നൽകണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നോക്കുക, ഒന്ന്, നാം പാപത്തിൽ നിന്ന് മടങ്ങി വരണം. രണ്ട്, ദൈവത്തെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് നാം മടങ്ങി വരണം. ഒരു മടങ്ങി വരവ് നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ദൈവം ഇപ്പോൾ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഈ ലോകം വളരെ വേഗം അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ലോകത്തിൽ മേൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി താൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിന് ലോകാവസാനത്തിന് എന്താണ് അടയാളം? കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. അന്ന് ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, ജാതി ജാതിയോട് കലഹിക്കും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറയുണ്ടാകും, വളരെ വഷളത്വം നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടാകും, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസുഹൃത്തുക്കളെയും കുറിച്ച് കേൾക്കും, മഹാവ്യാധി ഉണ്ടാകും. അത് പറഞ്ഞപ്പോഴും ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക തലമുറ ചിന്തിച്ചു കാണും, ശാസ്ത്രം ഇത്രമേൽ വളർന്നപ്പോൾ മഹാവ്യാധി ഉണ്ടായാൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ട് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് കഴിയും എന്ന് മനുഷ്യൻ വൃഥ ചിന്തിച്ച് വശരായി തീർന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവർ, എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഇന്നത്തെ ഈ കാലഘട്ടം തന്നെ കഴിഞ്ഞ 7-8 മാസങ്ങളായിട്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈറസിന് പ്രതിവിധി കണ്ടുപിടിക്കുവാനായിട്ട്. കഴിയുന്നില്ല.
ചിലതൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള ആശാവഹമായിരിക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നിരാശയിലേക്ക് കൂപ്പൂത്തക്ക നിലയിൽ അത് പരാജയമാണ്, അത് തുടരുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിനും ഒരു സമാപ്തി ഉണ്ടാകും. ദൈവം അനുവദിക്കുന്ന സമയം വരെയും ഇത് ലോകത്തിൽ തുടരും. ഇത് ലോകത്തിൽ നിന്ന് മാറണമെങ്കിൽ ദൈവം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മനുഷ്യന് ഒരു അനുതാപം ഉണ്ടാകുവാൻ, മനുഷ്യനൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവാശ്രയമുള്ളവനായി തീരുവാൻ, മനുഷ്യനങ്ങനെ ദൈവമായിട്ടുള്ള നഷ്ടപ്പെട്ടുപോയ ബന്ധം പുനഃസ്ഥാപിച്ച് ദൈവമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിലേക്ക് വരുവാനുള്ളൊരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടത്തെ മാറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏതാണ്ട് 2020 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യ ജന്മമെടുത്ത കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് അവതരിച്ചു. 33.5 വർഷത്തോളം താൻ ഈ ലോകത്തിൽ ജീവിച്ചു. നന്മ മാത്രം ചെയ്തു. തന്നിലൊരു കുറ്റവും ആർക്കും ആരോപിക്കാൻ കഴിഞ്ഞില്ല. ആരോപിച്ചവർ തന്നെ ആ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ കാര്യങ്ങൾ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മനുഷ്യനും കർത്താവിന് നേരെ വിരൽ ചൂണ്ടുവാൻ കഴിഞ്ഞില്ല. പരിപാവനമായ പരിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സകല മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ആ സംഭവം അല്ലെങ്കിൽ ആ ചരിത്രം അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ചെയ്യുന്നതെല്ലാം വെറും വൃഥാവേലയായി പോകുമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞതുപോലെ താൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് താൻ ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗാരോഹണം ചെയ്തു. ഇനിയും താൻ വീണ്ടും വരുവാനായിട്ട് പോവുകയാണ്. ഇനി താൻ വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ. ആ ഒരു സ്ഥിതിയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പാപ വഴികളെ വിട്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശു ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയുക. ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് അനുഗ്രഹീതമായിരിക്കും നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ സൗന്ദര്യമില്ല എന്ന് വന്നേക്കാം, ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസമില്ല എന്ന് വന്നേക്കാം, ഒരുപക്ഷെ വലിയ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടായി എന്ന് വരികയില്ല. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവം, ആ ദൈവം നിങ്ങളെ മാടി വിളിക്കുക. നിങ്ങൾ നിരാശനാണോ, ദുഃഖിതനാണോ, ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാതെ നാളെ എന്ത് എന്നുള്ള ചോദ്യത്തോടു കൂടെ മുന്നോട്ട് പായുന്ന ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്? പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം അങ്ങനെ നിരാശപൂർണ്ണമാക്കി തീർക്കേണ്ടതൊന്നല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഒരു സ്നേഹിതനെ പോലെ സഹായിക്കുന്ന ഒരു രക്ഷകൻ ഇവിടെയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക, പാപമോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീരുക, സമാധാന സമ്പൂർണ്ണമായിരിക്കുന്ന ജീവിതം നയിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ നാളുകൾ എത്രയും പെട്ടെന്ന് കുറഞ്ഞു പോകും എന്ന് നമ്മൾ ധരിക്കണ്ട. മനുഷ്യായുസ് വളരെ നൈമിഷ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കേവലം 4 വിരൽ നീളം മാത്രമുള്ളതാണ്. ഉറച്ചു നിന്നാൽ വെറും ശ്വാസവും മാത്രമാണ്. മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുന്നത് 70 സംവത്സരം, ഏറെ ആയാൽ 80. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരും. നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്ന് മോക്ഷം, മറ്റൊന്ന് നരകം. നരകത്തിലേക്ക് പോകാൻ നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത പോകത്തുള്ള തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യാണ് അതിൻ്റെ ഒടുവിൽ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ഇന്നോളം മുന്നോട്ട് പോയ ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് കുറിച്ചിട്ട് നിങ്ങൾ മടങ്ങി വരിക ദൈവത്തിൻ്റെ അടുക്കലേക്ക്. കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷ സമ്പൂർണ്ണമായി തീരും. യേശു കർത്താവ് നിങ്ങളുടെ രക്ഷിതാവായി തീരും. അവിടുന്ന് നിങ്ങളുടെ കർത്താവായി തീരും. നിങ്ങളുടെ സ്നേഹിതനായി തീരും. നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതുന്ന ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് ആയിത്തീരും. എത്ര മഹത്തരമായിരിക്കുന്ന അനുഭവമാണത്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ ഇടവന്നു. ആ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മധ്യത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകി തരുന്നത് ഈ ദൈവത്തിലുള്ള ആശ്രയമാണ്. സ്നേഹിതരെ, നിങ്ങൾക്കും അതിന് കഴിയും.
നിങ്ങളുടെ ഒരു കഴിവുകേടുകളും അതിന് തടസ്സമായി നിൽക്കുന്നില്ല. വരിക കർത്താവിൻ്റെ ചാരെ, ആ പാതാരബിന്ദങ്ങൾ വീഴുക, നിങ്ങളുടെ പാപങ്ങൾ തന്നോട് ഏറ്റുപറയുക, കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുക. സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട നിങ്ങളോട് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ ഒടുവിലത്തെ സന്ദേശമായി എന്ന് വരാം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കി സന്തോഷകരമായ ജീവൻ നയിപ്പാൻ ജഗദീശ്വരൻ നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് അനുഗ്രഹീത ഗായകൻ ബാബു ഓടനാവട്ടം മറ്റൊരു ഗാനം പാടുന്നു. എനിക്ക് ആശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആശ്രയിക്കുന്നവരൊക്കെ താൽക്കാലികമാണ്. ഒരു പക്ഷേ അവരുടെ ആശ്രയം നിന്നുപോയെന്ന് വരാം. ഒരിക്കലും പിരിയാത്ത, ആശ്രയിപ്പാൻ യോഗ്യനായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സർവസ്വവും അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ്, ആ നിലയിലേക്ക് നമ്മെ നയിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന ഗാനം ഇപ്പോൾ പ്രിയ സഹോദരൻ ബാബു ഓടനാവട്ടം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. എനിക്കാശ്രയിപ്പാനൊരു യോഗ്യനുണ്ട്, എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. എനിക്കാശ്രയിപ്പാനൊരു യോഗ്യനുണ്ട്, എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മറുയാത്രയിൽ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മറുയാത്രയിൽ. എനിക്കാശ്രയിപ്പാനൊരു യോഗ്യനുണ്ട്, എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. നല്ല ഉറപ്പുള്ള പാറയൻ യേശുവത്രേ. എൻ്റെ ജീവന്റെ മാർഗവും അവനിലത്രേ. നല്ല ഉറപ്പുള്ള പാറയൻ യേശുവത്രേ. എൻ്റെ ജീവന്റെ മാർഗവും അവനിലത്രേ. അവനെൻ്റെ വലഭാഗി ഉള്ളതിനാൽ ഞാൻ കുലുങ്ങിടാതെ യാത്ര തുടർന്നിടുമേ. അവനെൻ്റെ വലഭാഗി ഉള്ളതിനാൽ ഞാൻ കുലുങ്ങിടാതെ യാത്ര തുടർന്നിടുമേ. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്, എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്, എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മറുയാത്രയിൽ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മറുയാത്രയിൽ. എനിക്കാശ്രയിപ്പാൻ
ആശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. ഒരു അനർത്ഥവും ഇനി ഭവിക്കയില്ല. ഒരു ബാധയൻ കൂടാരത്തിൽ അടുക്കയില്ല. ഒരു അനർത്ഥവും ഇനി ഭവിക്കയില്ല. ഒരു ബാധയൻ കൂടാരത്തിൽ അടുക്കയില്ല. അവനെൻ്റെ വഴികളിൽ കാവലുണ്ട്. എൻ്റെ കാൽ പോലും തട്ടാതെ കാത്തുകൊള്ളും. അവനെൻ്റെ വഴികളിൽ കാവലുണ്ട്. എൻ്റെ കാൽ പോലും തട്ടാതെ കാത്തുകൊള്ളും. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മരുയാത്രയിൽ. ശാശ്വതമായൊരു പാറയതാൽ ഞാൻ കുലുങ്ങുകില്ല ഈ മരുയാത്രയിൽ. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. എനിക്കാശ്രയിപ്പാൻ ഒരു യോഗ്യനുണ്ട്. എൻ്റെ ആശ പ്രത്യാശ യേശുവത്രേ. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയൻ മിനിസ്ട്രീസിൻ്റെ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 13ാമത് എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ 14ാമത് എപ്പിസോഡ് അടുത്ത വ്യാഴാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വ്യാഴാഴ്ചത്തെ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്. സ്പെഷ്യൽ മ്യൂസിക് നൈറ്റായിട്ടാണ് അന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ മുമ്പ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള സഹോദരന്മാരായ ജെയിംസ് കൊടന്തറ, ബെഞ്ചി ഫിലിപ്പ് കുമ്പഴ എന്നീ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന കർത്തദാസൻ എം എ ചെറിയാൻ സാറിൻ്റെ പാട്ടുകൾ മാത്രം അടങ്ങിയതായ മ്യൂസിക് നൈറ്റ് അടുത്ത വ്യാഴാഴ്ച 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് നടത്തപ്പെടുന്നതാണ്. ആ ശുശ്രൂഷ കാണുവാനും കേൾക്കുവാനും നിങ്ങളേവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. അവതാരകനായി കർത്തദാസൻ ജോൺ ജോസഫ് കോട്ടയം ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം ആ ശുശ്രൂഷയിൽ മഹത്വപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച കർത്താവിൻ്റെ ദാസന്മാരായ ബാബു ഓടനാവട്ടം, ഡോക്ടർ ജോജോ ജോർജ് കൊട്ടാരക്കര, ദൈവജനം സംസാരിച്ച കർത്തദാസൻ കെ വി പീറ്റർ ചണ്ണപ്പേട്ട, കീബോർഡ് വായിച്ച സുജിത് സുനിൽ കൊട്ടാരക്കര, റിതംപാട് വായിച്ച അജിത് മാവേലിക്കര, വീഡിയോ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരക്കര, ഗാനം ആലപിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരി ആൻസി തെമ്മക്കാട്, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിലും ഉൾപ്പെടെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷ കണ്ട എല്ലാവർക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്തദാസൻ കെ വി പീറ്റർ അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ ഇന്ന് അവസാനിക്കുന്നതാണ്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഇങ്ങനെ നൽകി തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങളായി ഈ പ്രോഗ്രാം അനേകർക്ക് പ്രയോജനകരമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയമുള്ളവർക്ക് മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുവാനും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുവാനും സന്ദേശം നൽകുവാനൊക്കെ അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഇവാൻഗലിയോസ് മിനിസ്ട്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മരുന്നാളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഈ ശുശ്രൂഷയും അനുഗ്രഹകരമായി മുന്നോട്ട് പോകാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ശ്രവിച്ച പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ദുഃഖത്തിലോ നിരാശയിലോ വേദനയിലോ രോഗത്തിലോ ഒക്കെ ആയിരിക്കുന്നവർ ഞങ്ങളെ ശ്രമിച്ചിട്ടുണ്ടാകാം. കർത്താവെ, ഈ പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. നിരാശയിലും ദുഃഖത്തിലും രോഗത്തിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണമായിരിക്കുന്ന വിടുതൽ നൽകുവാൻ കർത്താവെ അങ്ങേക്ക് പ്രസാദം തോന്നണം എന്ന് ഞങ്ങൾ അവിടുത്തെ അപേക്ഷിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്ന വരുന്ന നാടുകളിലും ഈ ശുശ്രൂഷ തുടരുവാൻ അവിടുന്ന് സഹായിക്കണം. രോഗത്താലും ഭാരത്താലും ഒക്കെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ പ്രിയമുള്ളവർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ ആലോചനയും സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകി സഹായിക്കണമേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മുടെ എല്ലാവരുടെ മേലും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.